ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷനോട് അനുബന്ധിച്ച് പ്രവാസ ലോകത്തുനിന്നും പ്രവാസികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇക്കാലം എത്രയും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പ്രവാസികൾ ഓരോ സമയവും കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മോടൊപ്പം ഇന്ന് ലോക കേരള സഭ അംഗം റൌഫ് കൊണ്ടോട്ടി സാഹിബാണ്. അദ്ദേഹത്തിന് നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് വരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത് എന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. 2024 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു കാലഘട്ടമാണ്. 64 രാജ്യങ്ങളിലായിട്ട് 49% ലോക ജനസംഖ്യ ബൂത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്ത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള സമയമാണ്. ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് പ്രവാസികൾക്ക് ഇന്നും വോട്ടവകാശം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് വോട്ട് ചെയ്യാമെങ്കിലും വിദേശത്ത് വെച്ച് വോട്ടവകാശം ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രഥമ പരിഗണന നൽകേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ 1983 ശേഷം നമ്മളുടെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു എമിഗ്രേഷൻ ആക്ട് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അത് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പുതിയ ഇടങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് അനുസൃതമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകളും സ്കിൽ ഡെവലപ്മെൻറ്റുകളും നമുക്ക് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ ഒരു ക്ഷേമ പദ്ധതിയും കൃത്യമായി ഇതുവരെ ഇല്ല എന്നുള്ള ഒരു ദുഃഖ സത്യം കൂടെ നമ്മുടെ മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചുപോയ ധാരാളമായിട്ടുള്ള ലക്ഷക്കണക്കിനായിട്ടുള്ള പ്രവാസികളുടെ പുനരധിവാസം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ എല്ലാ കാലവും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിമാനയാത്രാക്കൂലി അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു നിലപാടുകളും അതുപോലെയുള്ള നയന പരിപാടികളും ഉണ്ടാവട്ടെ എന്ന് വിനീതമായിട്ട് വരുന്ന സർക്കാരുകളോടും ഇപ്പോഴുള്ള മുഴുവൻ സംവിധാനങ്ങളോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് ക്ഷേമനിധി, അതുപോലെ തന്നെ പ്രവാസികൾ അറിയാത്ത ഒരുപാട് പ്രവാസികൾക്കുള്ള ആനുകൂല്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ICBF പ്രസിഡന്റ് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള ഏറ്റവും പഴയ അപ്പെക്സ് ബോഡിയാണ് ICBF, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻറ്റ് ഫോറം. 40ാമത് വർഷം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു വിദേശ രാജ്യത്ത് ഒരു എംബസിയുടെ കീഴിലുള്ള ഒരുപക്ഷെ 40 വർഷം ആഘോഷിക്കുന്ന ഒരേ ഒരു അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ആയിരിക്കാം ICBF എന്നുള്ളത്. അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യകതയും നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ കമ്മ്യൂണിറ്റി ബെനവലൻ്റ് ആക്ടിവിറ്റീസാണ് ICBFൻ്റെ ഏറ്റവും പരമപ്രധാനമായ കടമ എന്നുള്ളത്. നമ്മുടെ ചുറ്റും ഒരുപാട് പേർ ഒരുപാട് രീതിയിലുള്ള വിഷമം, ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു കോള് ഒരു ലേഡിയുടെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് അവർ 2-3 മാസമായി, പക്ഷേ അവർക്ക് അവരുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയും തിരിച്ച് നാട്ടിൽ പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ വളരെ ഡിസ്ട്രസ്ഡായ സിറ്റുവേഷനിലുള്ള ഒരുപാട് പ്രവാസികൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. അവർക്ക് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ സമയാസമയങ്ങൾ അഡ്രസ്സ് ചെയ്യുക, അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കുക. അവർക്ക് നാട്ടിൽ പോകേണ്ടവരാണെങ്കിൽ നാട്ടിൽ പോകാനുള്ള നിയമപരമായ വഴികളിലൂടെ അവർ നാട്ടിലെത്തിക്കുക, ടിക്കറ്റ് ഏർപ്പെടുക, നാട്ടിലെത്തുന്നവരെയുള്ള ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതല്ല, ചികിത്സ ആവശ്യമുള്ളവരാണെങ്കിൽ നമുക്കിവിടെ പല രീതിയിലുള്ള ചികിത്സാ സഹായ പദ്ധതികളുണ്ട്. ആ ചികിത്സ അർഹരായ ആൾക്കാർക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. അതല്ല, ഇവിടെ വേറെ ഏതെങ്കിലും ദൈനംദിന ബുദ്ധിമുട്ടുകളുള്ളവർ ഭക്ഷണത്തിന് പോലും, ഇപ്പോൾ നമുക്കറിയാം പല ക്യാമ്പുകളിലും സാലറി പെൻഡിങ് ആണ്. അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക തുടങ്ങി നമുക്ക് ചുറ്റും വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ബോഡി റിമൈൻ റിപ്പാട്രിയേഷൻ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം രീതിയിൽ നമുക്ക് ICBF എന്നുള്ള രീതിയിൽ നമുക്ക് കമ്മ്യൂണിറ്റി റീച്ച് ഔട്ടിൽ എത്താൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ഓർഗനൈസേഷനും എംബസി കീഴിലുള്ള അപ്പെക്സ് ബോഡിയാണ് ICBF. ICBFൻ്റെ കീഴിൽ നമ്മളൊരു 11 അംഗ കമ്മിറ്റിയാണ്. പക്ഷേ ഇതുപോലുള്ള എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരുപാട് സംഘടനകളും അസോസിയേഷൻസും വ്യക്തികളും അങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിറ്റിക്ക് എത്തിപ്പെടുന്നത്.